സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽസ് മാച്ച് 2 ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന കളി ഏതാനും മണിക്കൂറുകൾക്കകം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അർജന്റീനയുടെ ഭാഗത്തുള്ള കുറേ മിസ്റ്റേക്സ് കഴിഞ്ഞ കളിയിൽ സ്വിറ്റ്സർലൻഡായിട്ട് എൻഡോയെ നമ്മുടെ റൈറ്റ് ഫ്ലാങ്കിലുള്ള ആ പൊത്ത കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇംഗ്ലണ്ട് കളിക്കാൻ വരുന്നത്. ഇംഗ്ലണ്ട് അതെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് സ്കലോണി ആശി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളിന്ന് അർജന്റീന അസാധ്യ കളിയിലേക്ക് 100% ഉറപ്പ്. കാരണം അമ്മാതിരി സാധനമാണ് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ഉൾപ്പെടെയും അതുപോലെ പഴയ ഇംഗ്ലണ്ട് താരങ്ങളൊക്കെ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ അർജന്റീന എന്ത് അർജന്റീന ഏത് മെസ്സി എവിടുത്തെ മെസ്സി ഒരു മെസ്സി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് അങ്ങനത്തെ ലെവലിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ മെസ്സി അവർക്ക് കൊണ്ടുവന്നാണ് അഡ്വാൻറ്റേജ്. ഹോപ്പ് ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് ബെക്കാം മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. അതിനിപ്പം ഇന്റർ മിയാമിയിൽ നമ്മുടെ ചെക്കൻ കളിക്കുന്നതുകൊണ്ട് പറഞ്ഞാണെന്ന് അറിയില്ല. എന്തായാലും മെസ്സി ഉണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇന്നത്തെ ദിവസം മെസ്സി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെസ്സി ഇന്ന് ഗോൾ അടിക്കേണ്ട, മെസ്സി 2-3 വരെ വലിച്ച് പുറത്തോട്ട് പോയാൽ മാത്രം മതി. ഇന്ന് നമുക്ക് ഡീമറി ഇല്ലാത്തതിൻ്റെ കുറവ് മെക്കലിസ്റ്റർ ഇന്നത് കുറയ്ക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെ സംഭവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അർജന്റീന ജയിക്കേണ്ട കളിയാണെന്ന് ജയിച്ചേ പറ്റൂ. പക്ഷേ അവിടെ സ്പെയിൻ അപ്പുറത്തെ ജയിച്ച് നിൽപ്പുണ്ട്. ഫ്രാൻസിനോട് ചോദിച്ചായിരുന്നു ഫ്രാൻസിന് ഫൈനൽ ആരെ വേണമെന്ന്. ഇപ്പോൾ ഫ്രാൻസ് പറഞ്ഞു പറഞ്ഞാൽ അർജന്റീന വേണ്ട, അവർക്ക് ഇംഗ്ലണ്ടിനെ മതിയായിരുന്നു. ഓക്കെ, ഫ്രാൻസ് ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലുണ്ട്, അവിടോട്ട് ഇംഗ്ലണ്ടിൻ്റെ അവർ കളിച്ചോട്ടെ, ഞങ്ങൾ സ്പെയിനുമായിട്ട് കളിച്ചോളാം എന്ന് ഞാൻ ഒരു തമാശയായിട്ട് പറയുകയാണ്. അറിഞ്ഞൂടാ, ടെൻഷനുണ്ട്, നെഞ്ചിരിപ്പുണ്ട്, നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. എന്നാലും ഒരു പ്രൊഡിക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, നമ്മൾ 2-1 എന്ന സ്കോറിൽ ഇംഗ്ലണ്ടിനെ അടിച്ചിരിക്കും എന്ന് എനിക്കൊരു മനസ്സിൽ ഒരു തോന്നലുണ്ട്, ഇൻഡ്യൂഷനുണ്ട്. എന്തായാലും കളി കഴിഞ്ഞ് കാണാം. അതുവരേക്കും ബൈ, വാമോസ്.